പാവം പയ്യനാ, നമുക്ക് വേണ്ടപ്പെട്ടയാളാ. അതന്നൊരു അബദ്ധം പറ്റിയതാ. അവരുടെ കാര്യം ചെയ്, സസ്പെൻഷൻ റദ്ദാക്കി അവനെ സർവീസ് എടുക്കാൻ നോക്ക്. അതാ നല്ല നടപടി. എടുത്തരും സാറേ. ആ, താങ്ക്സ്. വെള്ളമടിച്ച് ആഫീസറെ തെറി വിളിച്ച നിന്നെയൊക്കെ പിന്നെ പഴയ ഒരു പ്രവർത്തകന്റെ മകനാണല്ലോ എന്ന് വിചാരിച്ചാ അല്ലേ? വെള്ളമടിച്ച് ഇനി ആഫീസിൽ നിന്ന് വെള്ളം ഉണ്ടാക്ക്. ഇനി അങ്ങനെ ചെയ്യില്ല സർ. റാസ്കൽ, അന്തസ്സില്ലായ്മ കാണിക്കുന്നു വേണോ ആ അന്തസ്സൊക്കെ? ബാബാ ആ, എന്തായി കോളേജിലെ സമരമൊക്കെ? ഉഷാറായി നടക്കുന്നുണ്ടല്ലോ? ഉണ്ട് സർ. ഇന്ന് രാവിലെ പ്രിൻസിപ്പാൾ ഞങ്ങളെ വിളിച്ചിരുന്നു. കോംപ്രമൈസ് തയ്യാറാണത്രേ. ഞങ്ങൾ സമരം പിൻവലിച്ചാലോ എന്ന് ആലോചിക്കുക. അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നു? തീർന്നു സർ. തീർന്നു. എന്നാലേ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞു? വിവരദോഷികളെ, ലോകം ഉള്ളിടത്തോളം കാലം പ്രശ്നങ്ങൾ അവസാനിക്കില്ല. അവസാനിപ്പിച്ച ശരിയാവില്ല. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. എന്ത് മനസ്സിലായി? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് നിങ്ങൾ മിടുക്കാറേണ്ടത്, പരിഹരിക്കുന്നതിലല്ല. അത് ഞങ്ങൾ ആകെ കുറച്ച് പേരാ സംഘടനയിലുള്ളത്. ബാക്കി 1000 വിദ്യാർത്ഥികൾ ക്ലാസ് കയറുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? ജോണേ ഉള്ളത് 2 മതിയടോ. തലയ്ക്കകത്ത് മൂള വേണം. മന്ത്രി സദാശിവൻ രാജിവെക്കണമെന്നും പറഞ്ഞ് അടുത്ത ആഴ്ച അവർ സമരം തുടങ്ങാൻ പോവാ. അതിനു മുമ്പ് വേറെ എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടെന്ന് നിങ്ങൾ കോളേജ് പൂട്ടിക്കണം. ചെല്ലിയല്ലേ, സമയമില്ല. കുറച്ചു വൈകി. കല്യാണമൊക്കെ കേമായോ കുറുപ്പേ? കേമായോന്നോ? 2 ലക്ഷം റുപ്യ സ്ത്രീധനം, പിന്നൊരു മാരുതി കാറും. ചെക്കൻ എഞ്ചിനീയറാ. ഗൾഫുകാർക്ക് ഈടായിട്ട് മാർക്കറ്റ് കുറച്ച് ഡള്ള. കുറുപ്പ് നോക്കി വെച്ച പയ്യൻ ബോംബെയിലാന്നല്ലേ പറഞ്ഞത്? അതെ, പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഒന്നൊത്തോ ഒന്നൊക്കില്ല. അങ്ങനെ കല്യാണക്കാരി ഉള്ള ഡീറ്റെയിൽസ് കൊണ്ട് അരയിലുണ്ട്. നല്ലൊരു ഇടത്ത് നോക്കി കുറിപ്പ് കൊളുത്തിയിടും. ശരി, കുറുപ്പിരിക്കും. ഒരു തമാശ. അല്ല കുറുപ്പേ, നിങ്ങൾ ഈ പൈസക്ക് ടൈറ്റ് ഉണ്ടാവുമ്പോ മാത്രം വരുന്നതാണ് ഇവിടെ. പല പ്രാവശ്യം കയറി ഇറങ്ങി പോണു. സംഗതി ഒന്നും നടന്നു കാണുന്നില്ല. വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ വെറും തല്ലിപ്പൊടി അലവലാതി ബ്രോക്കറൊന്നും അല്ല, അസൽ തറവാടിയാ. അല്ല, അതുകൊണ്ടല്ല. എന്താണെന്നറിയോ, നമ്മളുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പറഞ്ഞു പോണാണ്. ഇയാളൊരു ജഡ്ജിയാണ്. ഇനി 6 മാസേ സർവീസിലുള്ളൂ. അതിനു മുമ്പ് നടക്കും. അതിനു മുമ്പ് നടക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയണ്ടത്. എന്താ കല്യാണം? അല്ല, തൂക്കിക്കൊല്ലല്. തൂക്കിക്കൊല്ലേ? ഒരു ജഡ്ജി സർവീസിലിരിക്കുമ്പോ ഫ്രീ ആയിട്ട് ഒരാളെ എപ്പം വേണമെങ്കിലും തൂക്കിക്കൊല്ലാന്നുണ്ട്. ഇവർക്ക് ഇത്ര ആളെ കൊല്ലാന്നുള്ളൊരു കോട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം മൂപ്പര കോട്ടയിൽ കുറുപ്പിയേട്ടന്റെ കാര്യം ഓക്കെ ആയി പോകുന്നത് തന്നെയാണ്. എന്താ ചിരിക്കണേ? മോർത്തറിയില ഐസിലിട്ട് വെക്കേണ്ട തലയാണല്ലോ വിചാരിച്ചിരിച്ചു പോയതാ. അയ്യോ, ജഡ്ജി താനാവാതിരുന്ന നാട്ടുകാരുടെ ഭാഗ്യം. ഇപ്പൊ അതൊന്നും വേണ്ടിയിരുന്നില്ല. എല്ലാം ഭംഗിയായിട്ട് നടന്നതിന് ശേഷം മതിയായിരുന്നു. ഞാൻ വരട്ടെ വരട്ടെ. ഡ്രൈവർ നിർത്തൂ. നമസ്കാരം സാർ. നമസ്കാരം. സാർക്ക് ബുക്കിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? വാർ മിഷൻ ആൻഡ് പൊളിറ്റിക്സ്. ഓ, താങ്ക് യു. ശബരി, തിരക്കില്ലെങ്കിൽ ഇങ്ങോട്ട് കയറൂ. ഞാനിന്ന് ഫ്രീയാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അകത്തേക്ക് വരാവില്ലല്ലേ? എനിക്കറിയാം ശബരിയെ. കുറെ അവാർഡുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ഏതാ വിഭാഗം? നാടകമോ ഡിറ്റക്റ്റീവോ? ഇഷ്ടമുള്ള ഉപാധിപ്പെടുത്താം. അല്ല, കൊള്ളാവുന്ന പണിയൊക്കെ ഉപേക്ഷിച്ച് ഈ പണി തുടങ്ങിയോണ്ട് കാര്യമായിട്ട് വല്ലതും തടയുവോ? അങ്ങനെ എന്തെങ്കിലും തടയണം എന്നുള്ളവർക്ക് ഈ പണി അത്ര പറ്റിയതല്ല. ശരിയാ, ഇന്നത്തെ കാലത്ത് ആരാ ഇതൊക്കെ വായിക്കുന്നേ? സത്യം പറയാലോ, ഞാനിതൊന്നും വായിക്കാറില്ല. സ്വന്തമായ ഒരു വ്യക്തിത്വം നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ എന്തിനാ വേറൊരാൾ എഴുതി വായിക്കുന്നത്? എന്റെ വിജയ രഹസ്യം അതാ. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അത് ഇവിടെ വെച്ച് തന്നെ പറയണോ അതോ? അല്ല, ഇവിടെ വെച്ച് തന്നെ പറഞ്ഞേക്കാം. ശബരി, ഒരു സഹായം ചെയ്യണം. ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഭാഷയെ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റോ? സംഗതി നിസാരവാ. ശബരി ജഡ്ജി രാജശേഖരൻ നേരമായിട്ട് ക്ലോസ് ആണല്ലോ. അങ്ങേരെ ഒന്ന് പിടിക്കണം. ശബരിക്ക് ദോഷം വരില്ല, ജഡ്ജിക്കും ഗുണമേ വരൂ. വെറുതെ വേണ്ട, പണം തരാം. പിന്നെ സാഹിത്യത്തിന്റെ ചില കുടച്ചക്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അക്കാഡമിയോ അവാർഡോ, അങ്ങനെ വേണേ അങ്ങനെയാകാം. അപ്പൊ പണം കൊണ്ട് സ്വാധീനം കൊണ്ട് എന്ത് സാധിക്കാന്നുള്ള ധാരണയുണ്ടല്ലേ? അതിന് പറ്റുന്ന വേറെ ആൾക്കാരുണ്ട് എന്ന് അന്വേഷിക്കുക. കാര്യമായിട്ട് പറഞ്ഞാണോ? അതെ. നല്ലപോലെ ആലോചിച്ച് പറയുന്നതായിരിക്കും ബുദ്ധി. നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാ പറയുന്നത്. എനിക്ക് വേറെ പണിയുണ്ട് മിസ്റ്റർ.
ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, ഒരു തമാശ വിട്ടുകളാ. നമസ്കാരം സാർ. നമസ്കാരം. മനസ്സിലായോ ആവോ? മനസ്സിലായിരിക്കൂ. മോടെ നൃത്ത പരിപാടിക്ക് ഞാനും ഉണ്ടായിരുന്നു. സമയം കിട്ടിയിട്ടല്ല. സത്യം പറയാലോ സാർ, പരിപാടി ഗംഭീരമായിരുന്നു. പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. എന്താ അസുഖം? അല്പം ഷുഗർ ഉണ്ട്. അയ്യോ സൂക്ഷിക്കണം സാർ, ഷുഗർ അപകടകാരിയാ. പ്രഷറും ഹാർട്ടും ഷുഗറും കൂടെ ഒരു സ്ഥിര ഐക്യമുന്നണിയാ. മുറിവുകളൊന്നും പറ്റാതെ നോക്കണം. അല്ല, വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. ഒരു ഡെപ്യൂട്ടി കളക്ടറുടെ പ്രൊമോഷൻ ശരിയാക്കാൻ തലസ്ഥാനത്തേക്ക് പോകുന്ന വരിക. ഞാനൊരു കിങ് മേക്കർ ആണെന്ന് ആ ചിലരൊക്കെ പറയുന്നത് വെറുതെയാ. അർഹിക്കുന്നവരെ സഹായിക്കും, അത്ര തന്നെ. ഇപ്പോഴും വരവിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. ഓ വെറുതെ. മന്ത്രി ഓങ്ങല്ലൂർ സദാശിവന്റെ കേസ് ഹിയറിംഗ് നടക്കാണല്ലോ. കോൺട്രാക്ടർ ബാഹുലയം കോടതി വരില്ല. അഥവാ വന്നാലും നുണയെ പറയൂ. കോടതി കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കണ്ട. മറ്റു വല്ലതും പറയാനുണ്ടോ? ശരിയാ, സംസാരിക്കാൻ കൊള്ളത്തില്ല സാറേ. റിട്ടയർമെന്റിന് ശേഷം സാർ എങ്ങനെയാ, നാട്ടിൽ തന്നെ കൂടാനാണോ ഉദ്ദേശം? അതൊന്നും നിശ്ചയിച്ചിട്ടില്ല. നാടാണ് എപ്പോഴും നല്ലത് സാർ. ഒരു തെങ്ങും തുപ്പും ബംഗ്ലാവും കൂടെ ഞാൻ വിൽക്കാൻ പോവാ. സാറിന് വേണേ നോക്കാം. സാറിന്റെ സ്ഥലമൊക്കെ കേസിൽ കിടക്കാണെന്ന് അറിഞ്ഞു. ഇതൊന്നും നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമല്ല. ശരിയാ, ഞാൻ വന്ന കാര്യം പറയാം. സാറ് വലിയ കണിശക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് അര സഹായം ചെയ്താ അങ്ങോട്ട് 1001 സഹായം ചെയ്യുന്നവരാ ഞങ്ങള്. ഈ നീതി നിയമമൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം സാറേ. ഇന്നത്തെ അന്യായം നാളത്തെ ന്യായമായും വരാം. ഞാൻ അല്പം തിരക്കിലാണ്. വിശേഷിച്ചൊന്നും പറയാനില്ലെങ്കിൽ മിസ്റ്റർ വെട്ടുകുഴിക്ക് പോകാം. സാറ് നീതിമാനായോണ്ട് ചോദിച്ചു പോവുകയാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ 10 ജന്മം എടുത്ത് 10 തവണ ജഡ്ജി ആയാലും ഇന്നത്തെ കാലത്തൊരു ഉദ്യോഗസ്ഥന് വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാകുകയില്ല. സത്യവും നീതിയും ഒക്കെ ഇപ്പൊ ഉണ്ടോ സാറേ? എവിടെ? ഒരു കാറ്റങ്ങ് പോയ മനുഷ്യന്റെ നെഞ്ചും കൂടിന് എന്താ വില? സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും പോലും അതൊരു ഭാരമായിരിക്കും. ചക്രം ഉണ്ടല്ലോ, ചക്രം, അവൻ സ്വയംപൻ. പരലോകത്ത് നിന്ന് യമന് കൈക്കൂലി കൊടുത്താൽ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് തന്നെ രാജാവായിട്ട് മടങ്ങിപ്പോരാ. അതാ കാലം. ഹേ മിസ്റ്റർ, ഇത്രയും അഹങ്കാരം ഇവിടെ വെച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല. പ്ലീസ് ലീവ് മീ അലോൺ. ഞാനെന്തോ പറഞ്ഞു, സാറിനത് ഇഷ്ടപ്പെട്ടില്ല. സത്യത്തിൽ അവമര്യാദയാണെന്നും പറഞ്ഞില്ല. ഇനിയിപ്പൊ സാർ എന്നെ പിടിച്ചു പുറത്താക്കിയാലും ഞാനതങ്ങ് സഹിക്കും. എല്ലാറ്റിനും ഒരു അനന്തരഫലം ഉണ്ടല്ലോ. പണ്ടൊരു ചെറുപ്പക്കാരൻ DYSP എന്നോട് കളിക്കാൻ വന്നു. 24 മണിക്കൂറിനകം പോസ്റ്റ്മോർട്ടം നടന്നു. സൂയിസൈഡ് ആയിരുന്നു. ബോഡി ഞാൻ തന്നെ ഏറ്റുവാങ്ങിയത്. അല്ല സാറേ, മനുഷ്യന്റെ സ്ഥിതി ആർക്ക് പ്രവചിക്കാൻ പറ്റും? ഇത്രയും സംസാരിക്കാൻ അനുവദിച്ചത് ഞാൻ വിഡ്ഢിയായത് കൊണ്ടല്ല. അതെന്റെ മാന്യത എന്ന് കരുതിയാൽ മതി. എനിക്കറിയാം സാറ് മാന്യനാ, ഞാനും അതെ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ സാർ. മിസ്റ്റർ വെട്ടുകുഴി, ഇവിടെ വരൂ. ഇതെടുത്തുകൊണ്ട് പൊയ്ക്കുള്ളൂ. എനിക്ക് മറവ് പറ്റാറില്ല സാർ, അതവിടെ ഇരുന്നോട്ടെ. I say you take it and get out.